എന്ന് കോടതി പറഞ്ഞു. അതുമേൽ അപ്പീൽ പോകുന്നുണ്ട്. അതിൽ അപ്പീൽ പോകുകയെന്നുള്ളതല്ലേ. ഇപ്പം ഡിവിഷൻ ബെഞ്ചിൻ്റെ ഏതാണ്ട് വന്നത്, സിംഗിൾ ബെഞ്ചിൻ്റെ ആണല്ലോ വന്നത്. അതിൽ ഡിവിഷൻ ബെഞ്ചിൽ അപ്പീൽ പോകും. അപ്പീൽ പോകുന്നുണ്ട്. അപ്പീൽ കൊടുക്കുക, അപ്പീൽ കൊടുത്തിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനകത്ത് അന്ന് വളരെ കൃത്യമായിട്ട് നമ്മളെല്ലാം ചർച്ച ചെയ്താണല്ലോ, എല്ലാവരും ചർച്ച ചെയ്താണല്ലോ. അതിനകത്ത് ഏതെങ്കിലും രൂപത്തിലേക്ക് ഉള്ള എന്തെങ്കിലും തെറ്റായ ഒരു സമീപനം വന്നിട്ടില്ല, ഒന്നും വന്നിട്ടില്ല. വന്നതെന്ന് വെച്ചാൽ വേറൊന്നുമല്ല, സജി കൊച്ചുനാൾ ചെറുപ്പം മുതലേ സജിയുടെ ഒരു ശൈലിയുണ്ട്, ഒരു പ്രസംഗ ശൈലിയുണ്ട്, രീതിയുണ്ട്. ആ രീതിയിലാണ് ആ സാവ് പ്രസംഗിച്ചു എന്നുള്ളത് കഴിഞ്ഞിട്ട് ഏതെങ്കിലും ഭരണഘടനയെ വെല്ലുവിളിക്കാനുള്ള ഒരു ചിന്തയോടുകൂടിയോ ഒരു ആവശ്യത്തോടുകൂടിയോ അല്ല അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. അതിനെ ഇങ്ങനെ വ്യാഖ്യാനിച്ചാണ് അത് വന്നത്. അതുകൊണ്ട് തന്നെ അന്ന് കോടതി അവർ പരിശോധിച്ചിട്ടാണ് ഇത്. പരിശോധനയിൽ കുറവുണ്ടെന്ന് ഇപ്പോൾ പറഞ്ഞു, പരിശോധന നടത്തിക്കോട്ടെ. പരിശോധന നടത്തിക്കോട്ടെ. അത് പക്ഷേ ഈ വിധിക്ക് എതിരായിട്ട് ഡിവിഷൻ ബെഞ്ചിൽ ഞങ്ങൾ അപ്പീൽ കൊടുക്കും. അത് തീരുമാനം ഉണ്ടായിട്ടല്ല. ഇയാൾ രാജിവെടുത്ത് ഇപ്പം എന്താ ഇത് രാഷ്ട്രീയമായിട്ടുള്ളതല്ലോ. അതിപ്പോൾ കോടതിയുടെ ഇങ്ങനെ ഒരു ഇത് വന്ന് കോടതി എന്താ പറഞ്ഞത്? കോടതി ഇങ്ങനെ തെറ്റിയെന്ന് പറഞ്ഞില്ലല്ലോ. ഭരണഘടന വെല്ലുവിളിച്ച് പറഞ്ഞു ഇല്ല, ഒന്നും പറഞ്ഞിട്ടില്ല. കോടതി പറഞ്ഞാൽ ഇത് അന്വേഷിക്കണത് കുറച്ചുകൂടെ നല്ല രൂപത്തിൽ അന്വേഷിക്കണമെന്നല്ലോ പറഞ്ഞു. അതന്വേഷിക്കട്ടെ, അതിനെന്താ പ്രശ്നം? അതന്വേഷിച്ചോട്ടെ. അന്വേഷിക്കാൻ ആ വിധി അതും ശരിയല്ല. കാരണം വെച്ചാൽ യഥാർത്ഥത്തിൽ അതിനെ സംബന്ധിച്ച് ഒരു തീരുമാനം കോടതി പറയാവുന്നേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയും കോടതിയിൽ സംശയം വന്നതിൻ്റെ അടുത്താണ് പറഞ്ഞത്. അതന്വേഷിച്ചോട്ടെ. ഞങ്ങളതിന് അപ്പീൽ കൊടുക്കും. അതല്ലേ പ്രശ്നം? അതല്ലേ കോടതി പറ്റ. അല്ല രാജി എന്തോ രാജി.